ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ ഞാറക്കൽ മഞ്ഞനക്കാട് ദേശത്തു നിന്ന് വരുന്നു. എൻ്റെ ഞാൻ 21/9/2024 എൻ്റെ ആദ്യത്തെ ഉടമ്പടി. അതിനുശേഷം എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാനിവിടെ വന്ന് പറഞ്ഞായിരുന്നു ഒരു പ്രാവശ്യം. അതിനുശേഷം 3 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ MSc ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. 3 വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ വീട്ടുകാർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഓണർ പറഞ്ഞു മാറണമെന്ന്. അപ്പോൾ ആ സമയം എൻ്റെ വീട്ടുകാരുടെ വിഷമം ഞാൻ ആ സമയം കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെ സഹായിക്കാമായിരുന്നു. ഞാൻ പിറ്റേ ദിവസം അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം വീട് ഷിഫ്റ്റായി. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുള്ളത്. ഞാൻ ആ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ ലോക്കറ്റ് നഷ്ടമായതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആ ചേച്ചി കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പം ഞാൻ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ, എനിക്ക് ഇതുപോലുള്ളൊരു വിശ്വാസം എനിക്ക് നീ തരണമേ. അതാണ് ഞാൻ സാക്ഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം കേട്ടത്. അതിനുശേഷം എനിക്കൊരു കോള് വന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കോളായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, എടി നീ മെയിൽ ചെക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് മെയിൽ? ഞാനൊരു ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നീ മെയിൽ ചെക്ക് ചെയ്യ് എന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ എനിക്ക് കാണാൻ സാധിച്ചത്, ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 21 ആണ് 2024. ഒക്ടോബറിൽ ഞാൻ ഒരു റെസ്യൂമേ അയച്ചിട്ടുണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ. അങ്ങനെ ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളെ 2 പേരെയാണ് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. തെലങ്കാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ കൺസൾട്ടൻ്റായിട്ട് 70,000 രൂപ ശമ്പളത്തിൽ എന്നെ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഞാനൊരു ഇൻ്റർവ്യൂവോ ഒരു പരീക്ഷയോ ഞാൻ എഴുതിയിട്ടില്ല. ഞാനൊരു അടുക്കളയിലായിരുന്നു 3 വർഷം. അവിടെ നിന്ന് മാതാവ് എന്നെ തെലങ്കാന സ്റ്റേറ്റിലേക്ക് സെക്രട്ടേറിയറ്റിൽ ജോലിക്കായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ജൂൺ 12. ഞാൻ ജൂൺ 12 എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെന്നേക്കണേണ്. അപ്പം ഞാൻ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യണ ഓഫീസിലേക്ക് കടന്നത്. അപ്പം ഞാൻ എൻ്റെ സീനിയർ കൺസൾട്ടൻറ്റ് വന്നു. കൺസൾട്ടൻറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കില്ല, 6 ഡിസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് തെലുങ്ക് അറിയാൻ പാടില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ജോലി ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ തെലുങ്ക് അറിയാൻ പാടില്ലെന്ന് ഉള്ളതാണ്. ഇംഗ്ലീഷ് മാത്രം ഞങ്ങൾക്ക് ഏകദേശം 3 ഇയർ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാനുള്ള ഇതില്ല. ഞാൻ സീനിയർ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകണ്ട, സെക്രട്ടേറിയറ്റിൽ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മാതാവ് അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞൊരു നിമിഷമായിരുന്നത്. അതിനുശേഷം ഞാൻ ഓരോ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ഞാൻ നാവിലെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എൻ്റെ കാതിലും എൻ്റെ നെറ്റത്തും എൻ്റെ നാക്കിലും പുരട്ടിയാണ് ഞാൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഒരു ദിവസം എൻ്റെ കൂടെയുള്ളത് പെന്തക്കോസ്ത വിശ്വാസിയാണ്. അപ്പോൾ എനിക്ക് അവളുടെ മുന്നിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, കൃപാസന അവിടെ കപടതയാണ് അവിടെ നടക്കുന്നത്. ഇതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കൂലായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് എന്നെ ഇവളുടെ മുന്നിൽ എനിക്കൊരു സാക്ഷിയാക്കി മാറ്റണം. അപ്പോൾ വേഗം തന്നെ ഒരു ദിവസം എൻ്റെ 2 മുട്ടുകാലിൽ നീര് വരാൻ തുടങ്ങി. മന്ത് പോലെ എനിക്ക് നീര് വന്നു. അപ്പോൾ ഞാൻ എന്നെ ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് 5 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞു. അത് അവളുടെ ഫ്രണ്ടിൽ വെച്ചാണ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് കഴിഞ്ഞ് വന്ന് റൂമിലിരുന്ന് ആദ്യത്തെ ദിവസം ഞാൻ മരുന്ന് കഴിച്ച്, 2ാമത്തെ ദിവസം ഞാൻ ഉടമ്പടി തൈലവും ഇവിടെ നിന്ന് കിട്ടിയ വെഞ്ചിരി ചുപ്പും ചാലിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി 7 കുരിശിട്ട് ഞാൻ 2 കാലിലും പുരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം എൻ്റെ കാലിലെ
നീര് അപ്രത്യക്ഷമായി. ഞാൻ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയണേണ്, അവളുടെ മുന്നിലിരുന്ന് നീ പ്രാർത്ഥിച്ച് നീ ഉടമ്പടി തൈലം പുരട്ടണം. ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തത്. അവൾ അതിനെക്കുറിച്ച് പിന്നെ എന്നോടൊന്നും ചോദിക്കേണ്ടായിരുന്നില്ല. ഇത്രയും ദൈവം എന്നെ അനുഗ്രഹിച്ചതിന്, എനിക്ക് വേണ്ടി മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ വഴി കാണുന്ന രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ക്യാൻസർ വാർഡിലാണ് കൊടുത്തിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ പള്ളികളിലിരിക്കുന്ന കാണുമ്പോൾ അതും ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ കുമ്പസാരം ഞാൻ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ ധ്യാനം ഞാൻ മുടക്കാറില്ല. പിന്നെ ബൈബിൾ വായിക്കും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ പകുതി അയക്കണേണ്. മാതാവ് എന്നെ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.